മതി, അത് മതി. കാരണം അതിൻ്റെ DPR ഉണ്ടാക്കണം. DPR ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് 10 കോടി രൂപ വെച്ചിരിക്കുന്നത്. DPR ഉണ്ടാക്കി വലിയൊരു ഇൻഷുറൻസ് സ്കീമാണത്, വലിയൊരു സ്കീം. ആ സ്കീം DPR രൂപപ്പെടുത്തി വരുമ്പോഴാണ് സർക്കാരിൻ്റെ കോൺട്രിബ്യൂഷൻ എത്രയാണെന്ന് മനസ്സിലാകുന്നത്, സ്റ്റേറ്റിൻ്റെ കോൺട്രിബ്യൂഷൻ എത്രയാണ്, ഇനി ഏതെങ്കിലും കാറ്റഗറിയിൽപ്പെട്ട ആളുകളുടെ കോൺട്രിബ്യൂഷൻ വേണോ. അപ്പോൾ പാവപ്പെട്ടവൻ്റെ നിന്ന് കോൺട്രിബ്യൂഷൻ മേടിക്കണ്ട. പക്ഷേ 1 ലക്ഷം രൂപ 1.5 ലക്ഷം രൂപ വരുമാനമുള്ള ഒരാൾ ആ ഇൻഷുറൻസിൻ്റെ പരിധിയിൽ വന്നാൽ അയാൾക്ക് വേണ്ടി സ്റ്റേറ്റ് കൊടുക്കണം. അപ്പോൾ കാറ്റഗറി നിശ്ചയിക്കും ഇൻഷുറൻസ് സ്കീമിൽ, പാവപ്പെട്ടവരെ സഹായിക്കാനാണ്. അപ്പോൾ അതിനുവേണ്ടി കാറ്റഗറി നിശ്ചയിക്കുമ്പോൾ അതിനൊരു DPR വേണം. ഇൻഷുറൻസ് കമ്പനികളുമായി സംസാരിക്കണം. അത് തയ്യാറാക്കിയിട്ട് അതിനു വേണ്ടിയിട്ടാണ് ആ ഇൻഷുറൻസ് സ്കീമിന് പ്രാരംഭ ചെലവുകൾക്കാണ് 10 കോടി രൂപ മുടക്കി. 2026 UDF ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റ് അത് നിയമസഭയിൽ ക്ലാരിറ്റിയോടുകൂടി വളരെ ഷാർപ്പായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇന്നലെ അവതരിപ്പിച്ചു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇന്നലെ സഭയിൽ ഈ പറയുന്ന ബജറ്റ് അവതരിപ്പിച്ച് ഇറങ്ങിയതിന് തൊട്ടു പിന്നാലെ ചാത്തന്നൂരിൽ നിന്ന് സഖാക്കൾ വിജയിപ്പിച്ച് വിട്ട, സഖാക്കളുടെ 17,000 വോട്ട് കുറഞ്ഞ ചാത്തന്നൂരിൽ നിന്ന് സഖാക്കൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് വിട്ട സംഘ് പരിവാർ MLA ഗോപകുമാർ ഒരു പ്രസ്താവന നടത്തി. എന്താണ് പ്രസ്താവന? വലിയ പ്രസ്താവനയൊക്കെ കേട്ടുകഴിഞ്ഞാൽ രോമാഞ്ചം, കൊൾമയിര് കൊള്ളുന്ന രീതിയിലുള്ള പ്രസ്താവനയാ. കൊട്ടിഘോഷിക്കപ്പെട്ട ആരോഗ്യ ഇൻഷുറൻസ് 10 കോടി, ആരോഗ്യ ഇൻഷുറൻസിന് 10 കോടിയാണ് ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത്. കേരളത്തിൽ 90 ലക്ഷം കുടുംബങ്ങളുണ്ട്, 3.5 കോടി ജനങ്ങളുണ്ട്. ഈ 90 ലക്ഷം കുടുംബങ്ങൾക്ക് 10 കോടി രൂപ ആണ് വകയിരുത്തിയിരിക്കുന്നത്. അങ്ങനെ വെച്ച് നോക്കിയാൽ ഒരു കുടുംബത്തിന് 11 രൂപ മാത്രമാണ് ലഭിക്കുക. ആരോഗ്യ ഇൻഷുറൻസ്, ഉമ്മൻചാണ്ടിയുടെ പേരിൽ ആരോഗ്യ ഇൻഷുറൻസ് എന്ന് പറഞ്ഞ് സർക്കാർ മുന്നോട്ട് വെക്കുന്നത് 25 ലക്ഷം. 25 ലക്ഷം എന്ന് പറഞ്ഞെടുത്ത് വെറും 11 ഉലുവയാണ് കേരളത്തിലെ കുടുംബങ്ങൾക്ക് ലഭിക്കുക എന്ന് ഗോപകുമാർ കോൾമയിര് കൊള്ളിക്കുന്ന രീതിയിലുള്ള ഒരു പ്രതികരണം. കേട്ട പാതി കേൾക്കാത്ത പാതി സഖാക്കൾ അതിനെ ഏറ്റുപിടിക്കുന്നു. സോഷ്യൽ മീഡിയകളിൽ നോക്കൂ നിങ്ങൾ, ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഹാൻഡിലുകൾ, കൃമികീടങ്ങളുടെ ഹാൻഡിലുകൾ, പിണറായി വിജയന്റെ അടിമകളുടെ ഹാൻഡിലുകൾ ഈ ഗോപകുമാർ എന്ന് പറയുന്ന സംഘ് പരിവാർ MLA പ്രസ്താവനയെ തലയിലേറ്റിക്കൊണ്ടാണ് നടക്കുന്നത്. സംഭവം എന്താ കാര്യം? സംഘ് പരിവാറിന്റെ MLA ആണെങ്കിലും വിജയിപ്പിച്ചത് ആരുടെ വോട്ടാ? സഖാക്കളുടെ വോട്ടാ. അപ്പോൾ സ്വാഭാവികമായിട്ടും സഖാക്കൾ അതിനെ ഏറ്റുപിടിക്കും. അപ്പോൾ ഇതിനെ ഈ പറയുന്ന സംഘ് പരിവാർ MLA ഛർദ്ദിച്ചു വെച്ചതിനെ ഒരു മാധ്യമപ്രവർത്തകൻ, കൈരളിയുടെ മാധ്യമപ്രവർത്തകനും ഏറ്റുപിടിച്ചു. അതാണ് മുഖ്യമന്ത്രിയുടെ മറുപടി. എന്താണ് ഈ 10 കോടി രൂപ? ഈ 10 കോടി രൂപ വെച്ചിട്ടാണോ ഇൻഷുറൻസ് കൊടുക്കുന്നത്? അല്ല, ഇത് ആ ഇൻഷുറൻസ് പദ്ധതിയുടെ DPR തയ്യാറാക്കുവാനും പ്രാഥമിക ചെലവുകൾക്കുമായിട്ടുള്ള പണമാണ് മാറ്റിവെച്ചിരിക്കുന്നത്. അതിൻ്റെ നടപടിക്രമങ്ങൾ തുടങ്ങുന്നതേ ഉള്ളൂ. അല്ലാതെ ഇന്നലെ തന്നെ 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് നടപ്പിലാക്കുകയല്ല. അതിൻ്റെ പ്രാരംഭികമായ ഘട്ടം, ആർക്കൊക്കെയാണ് ഇൻഷുറൻസ് വരിക, ഏതൊക്കെ കാറ്റഗറി ഉണ്ടാകും, ആരൊക്കെ ഇതിൽ പങ്കാളിയാകും, ആരുടെയൊക്കെ കോൺട്രിബ്യൂഷൻ വരും, സർക്കാരിൻ്റെ കോൺട്രിബ്യൂഷൻ എത്രയൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമാണ്. ഈ പഠനം വേണം. കാരണം കേരളത്തിലെ 90 ലക്ഷം കുടുംബങ്ങൾ എന്ന് പറയുന്നവർ, ഇവരുടെ സാമ്പത്തികമായ അടിത്തറ, ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഒരുപോലെയല്ല. വരുമാനം പല രീതിയിൽ ഏറിയും കുറഞ്ഞും, സാമ്പത്തിക സ്ഥിതി ഏറിയും കുറഞ്ഞും ഒക്കെയാണ് കേരളത്തിലെ ഈ പറയുന്ന കുടുംബങ്ങൾ. 90 ലക്ഷം കുടുംബങ്ങൾ, എല്ലാവരുടെയും വരുമാനം ഒരുപോലെയാണോ? ലക്ഷക്കണക്കിന് രൂപ മാസ വരുമാനമുള്ള കുടുംബങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്. എന്നാൽ 10,000, 15,000, 20,000, 25,000 മാത്രം വരുമാനമുള്ള കുടുംബങ്ങളും നമ്മുടെ കേരളത്തിലുണ്ട്. അപ്പോൾ ഈ ഇൻഷുറൻസ് ഓഫ് കോഴ്സ് കാറ്റഗറൈസ് ചെയ്യപ്പെടും. ഓരോ കുടുംബങ്ങളെയും കാറ്റഗറൈസ്, എന്തിന്? ഇവിടെ റേഷൻ കാർഡിൽ പോലും കാറ്റഗറി ഇല്ലേ? അപ്പോൾ സർക്കാർ നൽകുന്ന ആനുകൂല്യങ്ങൾ കാറ്റഗറൈസ് ചെയ്യപ്പെട്ടു. സ്വാഭാവികമായിട്ടും ടാർഗറ്റ് ചെയ്യുന്നത് സാധാരണക്കാരായ ആളുകളെയാണ്. അവർക്കൊരു സഹായം, അവർക്കൊരു കൈത്താങ്ങ്, അവർക്കൊരു സുരക്ഷിതത്വം, ഒരു സെക്യൂരിറ്റി, അതാണ് ഈ ഇൻഷുറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി സംഘ് പരിവാറുകാരൻ കുടപിടിക്കുക. അപ്പോൾ സംഘ് പരിവാറുകാരൻ കയറെടുത്തിറങ്ങുമ്പോൾ അതിന് എന്നാൽ പിന്നെ കന്നിനെ, പൈക്കുട്ടിനെ, കിടാവിനെ ഞാൻ പിടിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് സംഘാക്കൾ പിന്നാലെ തന്നെ. എന്തൊരു കഷ്ടമാണ്. സ്വാഭാവികമായിട്ടും
ബുദ്ധിയില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ബുദ്ധിയില്ലെങ്കിൽ ഒരു കൂട്ടർ കഴിക്കുന്നത് ചാണകമാണെങ്കിൽ മറ്റൊരു കൂട്ടർ മലം തിന്നുന്നവരാണ്. അപ്പോൾ പിന്നെ ഈ ബുദ്ധി അങ്ങനെ ഉണ്ടാവുള്ളൂ. അരിയാഹാരം തിന്നവന് കാര്യം മനസ്സിലായി എന്താണ് അതിൻ്റെ അവസ്ഥ എന്നുള്ളത്, അല്ലേ? അപ്പോൾ ഇത്തരം പ്രചരണങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയാ, വിവരമില്ലാത്ത, ഒരു ബോധമില്ലാത്ത. ഇപ്പം ഞാനിങ്ങനെ ആലോചിക്കുന്നത്, ഈ കേരളത്തിലെ മാപ്രകൾക്ക് ചില സമയങ്ങളിൽ ഇവരുടെ ഒരു പ്രവൃത്തി കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ, അത് ശരിക്കും നമുക്ക് കൈയടിക്കാൻ തോന്നും. ഈ പൊട്ടത്തരം പറയുമ്പോണ്ടല്ലോ, ആ പൊട്ടത്തരം ഇവനത് പറഞ്ഞ് പൂർത്തിയാകട്ടെ, ഇവന് ജനങ്ങളുടെ മുന്നിൽ കോമാളിയാകട്ടെ, അത് ജനങ്ങൾ ഇവനെ കോമാളിയാണെന്ന് തിരിച്ചറിയട്ടെ എന്ന് സ്ഥാപിക്കാൻ വേണ്ടി, ഇവൻ കോമാളിയാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഇവരിതൊന്നും മിണ്ടൂല, അറിയെങ്കിലും മിണ്ടൂല. മനസ്സിലായില്ലേ? ഇപ്പൊ കേരളത്തിലെ മാപ്രകളിലുള്ള ആളുകൾക്ക് ഇത് DPRന് വേണ്ടിയിട്ടുള്ളതാണ്, ബാക്കിയുള്ളതിന് വേണ്ടിയിട്ടാണെന്ന് അറിയാത്തതുകൊണ്ടല്ല. എന്നാലും അത് പറയാണ്ടിരുന്നു. കാരണം എന്താ? അത് പറഞ്ഞാൽ ഇവൻ ഈ പൊട്ടത്തരം പറയാതിരിക്കും. അപ്പോൾ ഇവൻ ആ പൊട്ടത്തരം പറയട്ടെ, ഇവൻ്റെ റേഞ്ച് എത്രത്തോളമാണെന്ന് അളക്കാൻ വേണ്ടിയിട്ട് മാപ്രകൾ മിണ്ടാതെന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം ഇതുപോലെ മാപ്രകളുടെ ഒരു എന്താ പറയേണ്ടത്, ഒരു ഹുക്ക് നമ്മൾ കണ്ടു. എവിടെ? ശ്രീമതി മേക്കപ്പൊക്കെ ഇട്ട് രാവിലെ കുളിച്ച് സാരിയൊക്കെ എടുത്ത് മേക്കപ്പൊക്കെ ഇട്ട് പയങ്ങാടിയിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി കണ്ണൂരിൽ വന്ന് മാധ്യമങ്ങളെ കാണുകയാണ്. പ്രിയദർശിനിയിലെ സൗജന്യയാത്ര 9 മുതൽ 9 വരെ പോരാ, 6 മുതൽ 6 വരെ ആക്കണം. പറയുന്നത് വരെ ശ്രീമതി അങ്ങനെ അധിക പ്രസംഗം നടത്തി കഴിയുന്നത് വരെ ഇവരാരും മിണ്ടിയില്ല. എല്ലാം കഴിഞ്ഞപ്പോൾ ശ്രീമതിയോട് ചോദിച്ച്, ആരാ പറഞ്ഞ 9 മണി മുതൽ 9 മണി വരെയാണ്? ഇതിന് സമയമൊന്നുമില്ലല്ലോ, ഇത് ഏത് സമയത്തും യാത്ര ചെയ്യാമെന്നാണല്ലോ ഈ പദ്ധതിയിൽ പറയുന്നത്. നിങ്ങളോട് ആരാ പറഞ്ഞ 9 മണി മുതൽ 9? അങ്ങനെയുണ്ടോ? എന്നാ പിന്നെ ഞാൻ സോറി എന്ന് പറഞ്ഞാൽ ഈ പൊട്ടന്മാരെ വീണ്ടും പൊട്ടന്മാരാക്കിക്കൊണ്ടിരിക്കുക. ജനം ഒരു വട്ടം പൊട്ടന്മാരാക്കി അടിച്ച് മൂലക്കിരുത്തി, എന്നാലും വീണ്ടും ഇവരെ ഈ മാധ്യമങ്ങൾ പൊട്ടന്മാരാക്കിക്കൊണ്ടിരിക്കും. എന്താണെങ്കിലും ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക. അപ്പോൾ ഇന്ന് ഞാൻ ഈ സ്ക്രോളിങ് ഇങ്ങനെ കണ്ടിട്ട്, ഇന്നലെ ബജറ്റ് അവതരണം കഴിഞ്ഞു, VD സതീശൻ വന്നു, വാർത്താ സമ്മേളനം നടത്തി. വാർത്താ സമ്മേളനത്തിൽ ഈ കാര്യം എന്താണ്, ഈ 10 കോടി വെച്ചതിൻ്റെ കാര്യം എന്താണ്, ഈ 10 കോടിയാണോ ഇൻഷുറൻസ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് എന്താണ് അതിൻ്റെ ആ 10 കോടിയുടെ ഉദ്ദേശം എന്നൊക്കെ കറക്റ്റായിട്ട് കൃത്യമായിട്ട് പറഞ്ഞിട്ടും കേരളത്തിലെ ചില സൈബർ പോരാളികളുണ്ടല്ലോ, സൈബർ കൃമികീടങ്ങൾ, ആ കൃമികീടങ്ങൾ ഇപ്പം ഇന്നും ഞാൻ രാവിലെ ഇങ്ങനെ നോക്കുമ്പോൾ ഇത് കാണുന്നുണ്ട്. ഈ സൈബർ ഹാൻഡിലുകളിൽ ഏതാ ഈ സൈബർ ഹാൻഡിലുകൾ? ഇവരുടെ തലതൊട്ടന്മാർ, ഇവരാണ് ഇവരുടെ മുന്നണി പോരാളികൾ എന്നൊക്കെ പറയുന്ന സൈബർ ഹാൻഡിലുകൾ ഉണ്ടല്ലോ, ആ ഹാൻഡിലുകളിലും ഇതേ കാർഡുകൾ ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങളൊന്ന് അത് ഈ ബുദ്ധി ഇല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഒരല്പം ബുദ്ധി ഉള്ളവനോട് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാന്ന് വിചാരിക്കുക. പോത്തിനോട് വേദോതിയിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിക്കാറില്ലേ? അത് തന്നെ അവസ്ഥ. പോത്തിനോട് വേദോതിയിട്ട് കാര്യമുണ്ടോ? ഇല്ലല്ലോ. കാരണം എന്താ? ബുദ്ധിയില്ല. ഈ ബുദ്ധി ഇല്ലാത്തവരോട് എന്ത് പറയാനാ? എന്തെങ്കിലും പറയാൻ പറ്റുമോ? പറഞ്ഞാൽ മനസ്സിലാവുമോ? അതിന് ബുദ്ധി വേണ്ടടോ. ഈ മനസ്സിലാവാനുള്ളൊരു മൂള വേണ്ടേ? സ്വയം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ആരെങ്കിലും പറഞ്ഞു കൊടുക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ കഴിയുക എന്ന് പറയുന്നത് അതൊരു ഇച്ചിരി വേണം, കുറച്ചുണ്ടായാൽ മതി. അതിന് സ്വയം മനസ്സിലാക്കാൻ നല്ല ബുദ്ധി വേണം. ആ ഒരു കോമൺ സെൻസ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ വേണം. എന്നാൽ മറ്റൊരാൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് ഇങ്ങനെയാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ അതിന് കുറച്ച് മതി, ലെവലേശം, ഒരു കടുക് മണിയോളം. അതും ഇല്ലെന്നേ. പിന്നെന്താ അപ്പം പറയാ? ഇതുപോലെയാണ് എന്ത് ഇന്നലെ തിങ്ക് ടാങ്ക് എന്ന് പറഞ്ഞപ്പോൾ അയ്യോ കാള പറ്റൂ കയറെടുത്ത് വന്നു. ആര്? ഗോപാലനും വിജയനും. എന്താണ് തിങ്ക് ടാങ്ക് അറിയോ? അറിയില്ല. അതാ ഞാൻ പറഞ്ഞ ഈ കടുക് മണിയോളെങ്കിലും വേണമെന്ന്. അതില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതാണ് ഇവറ്റകളുടെ ഞാൻ പറയുന്നത്, ഇതൊരു റേഞ്ചാണ്, ഒരു ലെവല്. ഇപ്പം നമുക്ക് ഇപ്പോൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്ന് പറയുമല്ലോ നമ്മൾ, പടിയായി ആ ഓരോ പടികളും ഉണ്ടാവും അല്ലേ? ഇതിന് ഒരു പടി എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴത്തെ പടിയില്ല, ഇങ്ങനെ നിരപ്പ. പടി ഉണ്ടെങ്കിലല്ലേ കയറുക. പടി ഇല്ലാണ്ട് ഈ നിരപ്പായ വിജനമായ മൊട്ട ഈ മരുഭൂമി പോലെ ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. എന്തെങ്കിലും വേണ്ടയില്ലേ? ഒന്നുമില്ല. ഇതാണ് അവസ്ഥ. ഇത് ഇന്നലെ മുഖ്യമന്ത്രി കൃത്യമായി പറയുകയും ചെയ്തു. കഴിഞ്ഞ 10 വർഷം കൊണ്ട് എന്തുണ്ടാക്കിയെന്ന് വെച്ചാൽ ഒന്നും ഉണ്ടാക്കിയില്ല എന്ന് പറയാൻ പറ്റൂല. ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താ ഉണ്ടാക്കിയേ? കുറെ അടിമകൾ ഉണ്ടാക്കി.
കുറേ അടിമകളുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ഇന്നലെ കൃത്യമായിട്ട് മുഖ്യമന്ത്രി പറയുകയും ചെയ്തു. അല്ലാണ്ട് വേറെ ആരെങ്കിലും ഇമ്മാതിരി കാര്യങ്ങളായിട്ട് ആരെങ്കിലും ഇറങ്ങി പുറപ്പെടുമോ? അപ്പോൾ അതാണ് ഈ പറയുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇതാണ് BB ഗോപകുമാർ എന്ന് പറയുന്ന സംഘ് പരിവാർ MLA അപ്പോഴേക്കും MLA കൂട്ടി 10 കോടി 10 കോടി 10 crore ഡിവൈഡഡ് ബൈ 90 lakh എന്ന് പറഞ്ഞാൽ വകയിരുത്തിയിരിക്കുന്നത് 10 crores. കേരളത്തിലുള്ള കുടുംബങ്ങൾ ഒരു ആവറേജ് കണക്ക് 90 lakh ഫാമിലീസ് കേരളത്തിൽ, 3.5 crore ആളുകൾ പോപ്പുലേഷൻ. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് അപ്പോഴേക്കും BB ഗോപകുമാർ കാൽക്കുലേറ്റർ എടുത്ത് കാൽക്കുലേറ്ററിൽ കൂട്ടി 10 crores ഡിവൈഡഡ് ബൈ 90 lakhs. ആൻസർ കിട്ടിയത് 25 ലക്ഷം റുപ്യ എന്ന് പറഞ്ഞിട്ട് 11 രൂപയോ? വലിയ സംഭവമാണല്ലോ. ഞാൻ വലിയ സാമ്പത്തിക ശാസ്ത്രജ്ഞ, ഞാൻ കണ്ടുപിടിച്ചു. ഏത് ഇതാണ് ബെറ്റുകളുടെ റേഞ്ച്. ഞാൻ കണ്ടുപിടിച്ചു, ഭയങ്കര കാര്യം. അപ്പോഴേക്കും പത്രക്കാരെ വിളിക്കുന്നു, വരി എനിക്കൊരു വലിയ കാര്യം പറയാനുണ്ട്, ഓടി വരി വന്നു പറഞ്ഞു. പത്രക്കാർ മിണ്ടാതെ നിന്ന് കേട്ടു, ലൈവായിട്ട് അത് എയർ ചെയ്തു ജനങ്ങളിലേക്ക്. എന്നിട്ട് പത്രക്കാർ പറഞ്ഞു, ഇതാണ് ഇവൻ്റെയൊക്കെ റേഞ്ച്, ചാണകം നിന്നോൻ ഇതാ ഉണ്ടാവുള്ളൂ. എന്നാൽ ചാണകം നിന്നോൻ്റെ റേഞ്ച് ഇതാണെങ്കിൽ ഈ പറയുന്ന സഖാക്കൾ അതിനെ ഏറ്റുപിടിക്കേണ്ട കാര്യമുണ്ടോ? പിണറായി വിജയൻ പറഞ്ഞത് പോലും സഖാക്കൾ ഇപ്പോൾ ഏറ്റുപിടിക്കുന്നില്ല. സഖാക്കൾ പറയുന്നത് എന്താ? പിണറായി വിജയൻ രാജിവെക്കണം, MLA സ്ഥാനം വേണ്ട, പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനം വേണ്ട, രാജിവെച്ച് വീട്ടിലിരിക്കുക എന്ന് സഖാക്കൾ പറയാ. സഖാക്കൾക്ക് ഇപ്പോൾ ഏറ്റുപിടിക്കാൻ ആരെങ്കിലും വേണ്ടേ? ഇതാവുള്ളൂ. ഈ ചാണകം നിന്നോനെ ഏറ്റുപിടിച്ചടക്കുകയാണ്. ഗതികേട് എന്നല്ലാതെ വേറെന്ത് പറയാനാ? ഇമ്മാതിരി ഗതികേട് വേറെ ലോകത്തിൽ ആർക്കാടോ ഇതുണ്ടാകുക? ഇമ്മാതിരി ഗതികേട് ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. വല്ലാത്തൊരവസ്ഥയല്ലേ? കാള പറ്റൂ എന്ന് പറയുമ്പോഴേക്കും കയറെടുക്കുക എന്ന് മാത്രമല്ല, കൂടെ ഒരുത്തനെ കൂട്ടുക. എന്തിനാ? പൈക്കിടാവിനെ കൂട്ടാൻ വേണ്ടിയിട്ട്, അതിനെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണല്ലോ, ഈ പ്രസവിച്ച് കഴിയുമ്പോൾ തന്നെ നടക്കാനും ഓടാനും ചാടാനൊന്നും ആവില്ല, കാലൊന്നും അങ്ങോട്ട് ഉറച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അതിനെ വാരിക്കോരി എടുത്ത് കൊണ്ടുവരണം ആലയിലേക്ക്. അപ്പോൾ അതിനെ എടുക്കാൻ വേണ്ടിയിട്ട്, കാളനെ പിടിക്കാൻ വേണ്ടി കയറ് കൊടുത്ത്, കിടാവിനെ എടുക്കാൻ വേണ്ടി കൂടെ ഒരാളെയും കൂട്ടി. അതാണ് ഇന്നലെ ഈ പറയുന്ന പിണറായി വിജയൻ്റെ അവസ്ഥ. ബജറ്റ് അവതരണം കഴിഞ്ഞിട്ട് വാർത്താ സമ്മേളനം നടത്താൻ വന്നപ്പോൾ സാധാരണഗതിയിൽ ഒറ്റക്കാ വരുത്ത്. ഇന്നലെ വന്നപ്പോൾ ഗോപാലിനെയും കൂട്ടി. എന്തിനാ? ആ കിടാവിനെ കൂട്ടാൻ വേണ്ടിയിട്ട്. ഈ ഇമാതിരി ടീം എന്തെങ്കിലും വേണ്ടേ? ഇന്നലത്തെ ബജറ്റിൽ ഗോപാലിനൊക്കെ ഇങ്ങനെ അന്തം വിട്ടിരിക്കുക. ഗോപാലൻ ഇങ്ങനെ മനസ്സിൽ പറയാം, ഇത് പുറത്ത് പറയാൻ പറ്റുമോ? ഇപ്പം തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ, പ്രചരണ ഘട്ടത്തിൽ ഒക്കെ JC തോമസ് മറ്റേ സനീഷിനോട് പറഞ്ഞ പോലെയാണ് ഗോപാലിൻ്റെ അവസ്ഥ. ആരോടെങ്കിലും ഇത് പറയാൻ പറ്റുമോ? ഗോപാലൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഇങ്ങനെയാണ് ബജറ്റ് അവതരിപ്പിക്കുക. ഞാനൊക്കെ 5 കൊല്ലം അവതരിച്ച ബജറ്റ് എന്ത് ബജറ്റ്, അതൊക്കെ ബജറ്റാണോ എന്ന് ഗോപാലൻ സ്വയമേ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് മന്ത്രിച്ചുകൊണ്ടപ്പം നടക്കുന്നത് എന്ത് അല്ല. ഇന്നലെ നിങ്ങൾ കണ്ട സതീശൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി ഇന്നലെ നടത്തിയ പെർഫോമൻസ്, ഞാൻ പഴയ കാലത്തെ മറ്റേ ധനമന്ത്രിയോ അല്ലെങ്കിൽ മന്ത്രിമാരോ അല്ലെങ്കിൽ ഇവരെ കുറിച്ചോ നമുക്കറിയില്ല. നമ്മൾ കുറച്ച് കാലമായിട്ട് കാണുന്നുണ്ടല്ലോ പല ആൾക്കാരെ, പല രീതിയിൽ നമ്മൾ കണ്ടല്ലോ അല്ലേ? കണ്ടില്ലേ? ഈ പല വിധത്തിൽ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് നിങ്ങളൊക്കെ ഒരു ഓർമ്മയിലുള്ള കാര്യം ഞാൻ പറയാം. ആരെ കണ്ടു? KM മാണിയെ നമ്മൾ കണ്ടു. അത് കഴിഞ്ഞിട്ട് തോമസ് ഐസക്കിനെ കണ്ടു അല്ലേ? അത് കഴിഞ്ഞിട്ട് ബാലഗോപാലിനെ കണ്ടു. ഇപ്പം നമ്മൾ സതീശനും കാണണം. ജസ്റ്റ് ഒരു 10 വർഷത്തിന്. ഇപ്പം ഞാൻ പറയുന്ന നമ്മളൊക്കെ ഒരു ഓർമ്മയിൽ നമ്മൾ കേട്ടിട്ടല്ലാതെ കണ്ടിട്ട് പരിചയമുള്ള ആളുകൾ. എന്താ ഇന്നലത്തെ പെർഫോമൻസ് ആ മനുഷ്യൻ്റെ? ഇതിപ്പോൾ എവിടെ? ഈ കഴിഞ്ഞ 30 ദിവസം, ഇപ്പോൾ 1 മാസമല്ല കഴിഞ്ഞുള്ളൂ. ഇന്ന് 20-ാം തീയതി, മെയ് 18 തുടങ്ങി. ഈ 1 മാസത്തിൽ 10-32 ദിവസം എന്നാ പെർഫോമൻസാ സതീശന് പറഞ്ഞിട്ട്. ബാക്കിയുള്ളവരെല്ലാം ഒരു വട്ടം ചോദ്യം, ഒരു ചോദ്യം പൂർത്തീകരിക്കാൻ സതീശൻ വിട്ടില്ല. രണ്ടാമത് മറുചോദ്യം പിന്നല്ലേ. ഒരു ചോദ്യം തന്നെ പൂർത്തീകരിക്കാനുള്ള അവസരം സതീശൻ കൊടുത്തില്ല. അപ്പോഴേക്കും അത്രയും ഷാർപ്പായിട്ട് കട്ട് ആൻഡ് ക്ലിയർ ആയിട്ട് ആ കാര്യം അങ്ങോട്ട് സ്ഥാപിക്കണം മനുഷ്യൻ. അതിന് ഡാറ്റകളുടെയും കഴിഞ്ഞ കാല ഈ പറയുന്ന നടപടിക്രമങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും വിളിച്ചു പറയല്ല.
കൃത്യമായിട്ട് ആധികാരികമായിട്ട് ആ മനുഷ്യൻ അങ്ങോട്ട് പറഞ്ഞു വെക്കുക. ഇപ്പം ഇന്നലെ ബജറ്റ് അവതരിപ്പിച്ചു, കഴിഞ്ഞ ദിവസം ധവളപത്രം അവതരിപ്പിച്ചു, ഇത് തന്നെ നമ്മൾ കണ്ടു. വെറുതെ അല്ല സുധാകരൻ, ഏത് സുധാകരൻ, ജി സുധാകരൻ പറഞ്ഞത് മറ്റേ ചൂടുവെള്ളത്തിൽ വീണ കോഴിയുടെ അവസ്ഥയാണെന്ന് പറഞ്ഞില്ലേ, ആർക്ക്, വിജയന്. എന്ത് ചെയ്യാനെന്ന് 10 വർഷം ഉണ്ടായിരുന്നല്ല ഭരണം എന്താണെന്ന് കാണിച്ചു തരികയാണ്. അത് വാക്കിലൂടെ മാത്രമല്ല പ്രാവർത്തികമാക്കുകയാണ്. നമ്മളിത് കാണുകയാണ്. ഓരോ സ്റ്റെപ്പിലും ഓരോ അടിയിലും ആ ഭരണം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരികയാണ് സതീശൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് അവസ്ഥ. ഒരു സംഘിച്ചാണകം എന്തോ വലിയ കണ്ടുപിടുത്തം നടത്തി. ഏത് ന്യൂട്ടൻ്റെ മറ്റേ തിയറി, മറ്റോല തിയറി, ഈ പൈതഗോറസ് സിദ്ധാന്തം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള പല തിയറികളൊക്കെ നമ്മുടെ ലോകത്ത് കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. ആ തിയറി പോലെ ഞാൻ വലിയ എന്തോ ഒരു കണ്ടുപിടുത്തം നടത്തി എന്ന് പറഞ്ഞിട്ട് ചാണകസംഖി വന്ന് അതിനെ കൊണ്ട് നടക്കാൻ ഇവൻ പറഞ്ഞത് മരവാഴ ആണത് എന്ന് മനസ്സിലാകാതെ അതും പിടിച്ചുകൊണ്ട് നടക്കുകയാണ് കുറേ എണ്ണം. എന്തൊരവസ്ഥയാണെന്ന് നോക്കിയേ നിങ്ങൾ.